പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾക്കും ഒരിക്കൽ കൂടി ഓൺലൈൻ ക്ലാസ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൻ്റെ അവസാനത്തിൽ പറഞ്ഞു നിർത്തിയായിരുന്നു. നമ്മളിനി ചർച്ച ചെയ്യാൻ പോകുന്ന പുതിയ വിഷയം അല്ലെങ്കിൽ നമ്മളുടെ അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് നോർമൻസ് എന്ന് പറയുന്ന വിഭാഗം ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. നമ്മൾ ഇതുവരെ പഠിച്ചത് ആദ്യം നിങ്ങൾ തുടക്കം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി ഞാനൊന്ന് റീകളക്ട് ചെയ്യാണ്. നമ്മൾ ജിയോഗ്രഫിക്കൽ ഏരിയാസിലുള്ള പ്രത്യേകതകൾ അല്ലെങ്കിൽ ജിയോഗ്രഫിക്കൽ പെക്യുലിയാരിറ്റീസ് ഓഫ് ബ്രിട്ടീഷ് ഐൽസ് പഠിച്ചു. അതിനുശേഷം ഏർലി ഇൻഹബിറ്റൻസിനെ പരിചയപ്പെട്ടു, ഇബേറിയൻസിനെ കണ്ടു, സെൽറ്റിക്സിനെ കണ്ടു, അവരുടെ മിക്സ്ഡ് വിഭാഗമായിട്ടുള്ള സെൽറ്റിബേറിയൻസിനെ കണ്ടു. അവിടെ നിന്ന് റോമൻസിൻ്റെ കടന്നുവരവ് അവരിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. അതും കഴിഞ്ഞ് അടുത്തൊരു വിഭാഗമായിട്ടുള്ള ആംഗ്ലോ സാക്സൺസ് ഇംഗ്ലണ്ടിൽ വന്നപ്പോൾ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡെയിൻസ് എന്ന് പറയുന്ന പുതിയൊരു വിഭാഗം ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ വന്ന മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് ചർച്ച ചെയ്തത്. ഇനി പുതിയൊരു വിഭാഗം നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ എന്ന് പറയുന്നതാണ് നമ്മളിനി ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. ഇതിന് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഹൂ ആർ അല്ലെങ്കിൽ ഹൂ ഈസ് കൺസിഡേർഡ് ടു ബി നോർമൻസ് അല്ലെങ്കിൽ വാട്ട് ഈസ് മീൻ ബൈ നോർമൻസ്. അഗെയിൻ ഡെൻമാർക്ക്, നോർവേ, ഐസ്ലാൻഡ് ഈ പറയുന്ന 3 രാജ്യങ്ങളിൽ നിന്നും 8th and 9th century കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിലേക്ക് വന്ന ആളുകളെയാണ് നോർമൻസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നോർമൻസ് എന്ന് വിളിക്കുന്നത് എന്നുള്ളതിലേക്കാണ് നമ്മൾ ഇനി വരുന്നത്. നോർമാൻഡി അഥവാ നോർത്ത് മെൻ, നോർത്തേൺ സൈഡ് ഓഫ് ദി ഇംഗ്ലണ്ട്, അല്ലെങ്കിൽ ഫ്രാൻസിലെ നോർത്തേൺ സൈഡിൽ ജീവിച്ചിരുന്ന ഒരു വിഭാഗം ആൾക്കാർ അവരുടെ എക്സ്പാൻഷൻ്റെ ഭാഗമായിട്ട് ഇവരുടെ മെയിൻ പരിപാടി എന്ന് പറയുന്നത്, ഒരു തൊഴിൽ എന്ന് പറയുന്നത് തന്നെ പ്ലണ്ടറിങ് ആണ്, കൊള്ളയടിക്കുക. ഈ കൊള്ളയടിക്ക് ഏറ്റവും പറ്റിയ സ്ഥലം ഫ്രാൻസിൽ നിന്ന് തൊട്ടപ്പുറത്ത് കിടക്കുന്ന ഇംഗ്ലണ്ട് ആണെന്ന് തിരിച്ചറിഞ്ഞ് ഇംഗ്ലണ്ടിലേക്ക് കുടിയേറാൻ തീരുമാനിച്ചവരാണ് നോർമൻസ്. കുടിയേറാൻ മീൻസ് ഇറ്റ്സ് ജസ്റ്റ് നോട്ട് എ മൈഗ്രേഷൻ, ഇറ്റ്സ് പ്യൂർലി എ കോൺക്വസ്റ്റ്. പിടിച്ചെടുക്കലാണ്. ആക്രമണത്തിലൂടെ ആ സ്ഥലത്തിൻ്റെ പിടിച്ചെടുത്ത് തങ്ങളുടെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരിക എന്നത് തന്നെയായിരുന്നു ഈ പറയുന്ന ആളുകളുടെ ഉദ്ദേശം. സോ ഇവർ നോർത്തേൺ സൈഡിൽ, ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിലുള്ള ആളുകളാണ്, ഫ്രാൻസിൻ്റെ ആണ്. അവിടെ നിന്നും വന്ന ആൾക്കാർ നോർത്ത് മെൻ അഥവാ നോർമാൻഡി പീപ്പിൾ എന്ന അർത്ഥത്തിലാണ് ഇവരെ നോർമൻസ് എന്ന് വിളിക്കുന്നത്. ഇവർ ശരിക്കും ഫ്രാൻസുകാരല്ല. ഡെൻമാർക്ക്, നോർവേ, ഐസ്ലൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള ഒരു വിഭാഗം ആളുകൾ ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിലേക്ക് കടന്നു വരികയും അവിടെ മൈഗ്രേറ്റ് ചെയ്ത് പിന്നീട് അത് പിടിച്ചെടുത്ത് അവിടെ അധികാരം സ്ഥാപിക്കുകയും ചെയ്തു. അവിടെ നോർമൻസ് എന്ന പേരിൽ അവരറിയപ്പെട്ടു. അവർ പിന്നീട് ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരികയാണ്. ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരാനുണ്ടായ കാരണത്തെ കുറിച്ചിട്ടാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത്. ഇംഗ്ലണ്ടിലെ രാജാവായിരുന്ന എഡ്വേർഡ് ദ കൺഫെസർ എന്ന് പറയുന്ന വ്യക്തി. ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ കാര്യം പറയുമ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇംഗ്ലണ്ടിലെ ഓരോ കൗണ്ടിക്കും ഇസെക്സ്, സസെക്സ്, വെസെക്സ്, മിഡിൽ സെക്സ്, എഡിൻബർഗ്, യോർക്ക്, ലാൻകാസ്റ്റർ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഇംഗ്ലണ്ടിലെ ഏത് കൗണ്ടി എടുത്താലും ഓരോ കൗണ്ടിയെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ ആ കൗണ്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കാൻ കഴിയുന്ന ഒരു ഏൾ ഉണ്ടായിരിക്കും. ഏൾ മീൻസ് പ്രഭു എന്നാണ് അർത്ഥം. EARL ഏൾ മീൻസ് പ്രഭു എന്നാണ് അർത്ഥം. അല്ലെങ്കിൽ അതിൻ്റെ ഭരണ സാരഥ്യം നിർവഹിക്കുന്ന ആ കൗണ്ടിയുടെ പരമാധികാരമുള്ള വ്യക്തി. അപ്പോൾ ഓരോ രാജാവിൻ്റെ കീഴിലും 20ഓളം കൗണ്ടി ഉണ്ടെങ്കിൽ ആ 20ഓളം കൗണ്ടികളെ നിയന്ത്രിക്കുന്ന ഏൾമാരുണ്ടായിരിക്കും. ഈ ഏൾമാരും ഈ രാജാവും കൂടിച്ചേരുന്ന ഭരണ സംവിധാനമാണ് എന്ത് ചെയ്യുന്നത്, ഇംഗ്ലണ്ടിൻ്റെ ഭരണം സുഗമമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നു. സോ ഒരു രാജാവ് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ അടുത്ത അവകാശിയെ കണ്ടെത്തുന്നത് ഈ പറയുന്ന ഏളുമാരുടെ ഈ ഒരു കൂട്ടത്തിൽ നിന്നായിരിക്കും. എത്ര കൗണ്ടി ഉണ്ടോ അത്രയും ഏൾസ് കൂടിച്ചേരും. അവരിൽ നിന്ന്
ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി ആരാവും? അടുത്ത കിങ് ആയിട്ട് മാറും. ഈ സാഹചര്യത്തിൽ എഡ്വേർഡ് ദ കൺഫസർ മരിക്കുമ്പോൾ വില്യം എന്ന് പറയുന്ന വ്യക്തി നോർമൻസിന്റെ കിങ് ആണ്. ഈ പറയുന്ന ഫ്രാൻസിന്റെ നോർത്തേൺ സൈഡിലുള്ള ആൾക്കാരെ ഭരിക്കുന്ന അവരുടെ നോർമൻ കിങ്ങിന്റെ പേരാണ് വില്യം വകേല എഡ്വേർഡിന്റെ ഒരു ബന്ധുവായിട്ട് വരും. ഏതോ ഒരു ബന്ധത്തിൽ എഡ്വേർഡിന്റെ ബന്ധുവാണ് വില്യം. സോ വില്യം പറയുന്നു, ഞാനാണ് എഡ്വേർഡ് മരിച്ച സ്ഥിതിക്ക് അടുത്ത അനന്തരാവകാശിയായിട്ട് വരേണ്ടത്. മാത്രമല്ല എഡ്വേർഡ് ഇതെന്നോട് നേരത്തെ പറഞ്ഞിരുന്നു എന്ന് അദ്ദേഹം പറയാണ്. പക്ഷെ ആ സമയത്ത് വെസെക്സിലെ ഏളായിട്ടുള്ള ഹാരോൾഡ് രാജകുമാരനോ പ്രഭുവോ എങ്ങനെ വേണമെങ്കിൽ കണക്കാക്കാം. ഈ ഹാരോൾഡ് പറയും, അങ്ങനെ ഒരാളെയും എഡ്വേർഡ് ഏൽപ്പിച്ചിട്ടില്ല. ഞങ്ങളുടെ ഇടയിൽ നിന്നും ഒരാൾ, അല്ലെങ്കിൽ ഞാൻ തന്നെ അടുത്ത രാജാവാവും. തൻ്റെ അധികാരമോഹം നടക്കില്ല എന്ന് പറയും. വില്യമിനെ എതിർക്കുന്നത് ഹാരോൾഡ് ഏളാണ് വെസെക്സിന്റെ പ്രാധാന്യം അറിയാലോ. കിങ് ആൽഫ്രഡ് ഉൾപ്പെടെയുള്ളവരൊക്കെ വന്നിട്ടുള്ളത് വെസെക്സിൽ നിന്നാണ്. അപ്പൊ വെസെക്സിലെ ഹാരോൾഡ് പറയും, നടക്കില്ല, ഇവർ തമ്മിൽ യുദ്ധത്തിലേർപ്പെടും. എന്തിനു വേണ്ടി? ഹൂ ഈസ് ദ നെക്സ്റ്റ് കിങ്? അതാണ് ഡിസിഷൻ യുദ്ധത്തിൽ നിന്ന് വരേണ്ടത്. അല്ലാതെ ഒരു പർട്ടിക്കുലർ പ്ലേസ് പിടിച്ചെടുക്കാനല്ല. ഇംഗ്ലണ്ടിന്റെ അടുത്ത അനന്തരാവകാശി ആരായിരിക്കണമെന്ന് തീരുമാനിക്കാനുള്ള യുദ്ധം. ആ യുദ്ധം നടന്ന സ്ഥലത്തിന്റെ പേരാണ് ഹേസ്റ്റിങ്സ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലേസ്. 1066 ഒരു പുതിയ കിങ് ഇംഗ്ലണ്ടിന്റെ അധികാരത്തിലേക്ക് വരികയാണ്. ആംഗ്ലോ സാക്സൺസ് ഇവിടെയുള്ളവരാണ്, ഡെയിൻസ് കുറച്ചു പേര് ഇവിടെയുള്ളവരാണ്. പക്ഷെ അവരിൽ നിന്നൊക്കെ മാറി നോർമൻ ഗ്രൂപ്പിന്റെ പ്രതിനിധിയായിട്ടുള്ള വില്യം അടുത്ത അനന്തരാവകാശിയായിട്ട് അധികാരം പിടിച്ചെടുക്കുന്നു. 1066 ഹേസ്റ്റിങ്സ് വാറിൽ ആര് വിൻ ചെയ്യുന്നു? വില്യം വിൻ ചെയ്യുന്നു. ആ പിടിച്ചെടുത്തതിന്റെ ഓർമ്മയ്ക്കായിട്ട് അദ്ദേഹം പേരൊന്ന് ചേഞ്ച് ആക്കി, വില്യം ദ കോൺക്കറർ എന്ന പേര് അദ്ദേഹം സ്വയം സ്വീകരിച്ചു. ഇംഗ്ലണ്ടിന്റെ രാജാവായിട്ട് മാറി. അങ്ങനെ നോർമൻ കിങ് ഇംഗ്ലണ്ടിന്റെ രാജാവായി മാറുന്നു. പിന്നീട് കുറച്ചു കാലം നോർമൻസിന്റെ ഭരണത്തിന് കീഴിൽ ഇംഗ്ലണ്ട് മാറുന്ന ഒരു ഘട്ടമാണ് നമ്മളിനി പരിചയപ്പെടാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഡെയിൻസിന് ഇവിടെ വലിയ റോള് കൊടുക്കുന്നില്ല. ഡെയിൻസ് അവിടെ വരുന്നു, അവരുടെ ഇടയിൽ പോകുന്നു. പക്ഷേ 1066 കാലഘട്ടത്തിൽ ഡെയിൻസ് ഇവിടെ ഉണ്ട്. പക്ഷേ യുദ്ധം നടക്കുന്നത് പ്രധാനമായിട്ടും ആരുമായിട്ടാണ്? ആംഗ്ലോ സാക്സൺസുമായിട്ടുമാണ്. അതിൽ തന്നെ ഹാരോൾഡാണ് മുന്നിട്ട് നിന്നത്. പക്ഷെ ഹാരോൾഡിന് അവസാനം വരെ ഫൈറ്റ് ചെയ്യാനായിട്ട് പറ്റിയില്ല എന്ന് മാത്രം. അപ്പം നമുക്ക് ആ ഭാഗം ഒന്ന് മനസ്സിലാക്കാം. നോർമൻ കോൺക്വസ്റ്റ് ഓഫ് ബ്രിട്ടൻ. ദി Northmen were originally pagan barbarian pirates from Denmark, Norway, Iceland. They engaged in destructive plunders on European coastal settlements in 8th century. 8ാം നൂറ്റാണ്ടിൽ യൂറോപ്പിലെ മിക്ക രാജ്യങ്ങളിലും നടന്നു കൊള്ളയടിക്കുക. കാരണം അവർക്ക് എന്ന് പറയാനായിട്ട് അവരുടെ കയ്യിൽ ഒന്നുമില്ല. അവർ സ്വന്തമായിട്ട് കൃഷി ചെയ്തോ, അവർ സ്വന്തമായിട്ടൊരു അഡ്മിനിസ്ട്രേഷൻ സിസ്റ്റം ഉണ്ടാക്കി അതിലൂടെ ഡെവലപ്പ് ചെയ്തെടുത്തൊരു സംവിധാനമോ നിലവിലില്ല. അപ്പം അവർക്ക് ആകെ അറിയാവുന്ന തൊഴിൽ മറ്റുള്ളവർക്ക് ഉണ്ടെങ്കിൽ അതെങ്ങനെയെങ്കിലും എടുത്തുകൊണ്ട് പോരുക എന്നുള്ളത് മാത്രമാണ്. അപ്പം അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. During the 9th century, their raids and attacks in northern part of France grew highly. ഫ്രാൻസിൽ 9ാം നൂറ്റാണ്ടിൽ അവർ നടത്തിയ എക്സ്പെഡിഷൻ വളരെ ശക്തമായിട്ടുള്ളതായിരുന്നു. ഫ്രാൻസിന് അതിനെ എതിർത്ത് തോൽപ്പിക്കാനായിട്ട് കഴിയാതെ പോയി. ഒരുപക്ഷെ ഫ്രാൻസ് അതിന് വേണ്ടത്ര ശ്രദ്ധ കൊടുക്കാഞ്ഞത് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഫ്രാൻസ് പോലൊരു രാജ്യം വിചാരിച്ചിരുന്നെങ്കിൽ നോർമൻസിനെ തടഞ്ഞു നിർത്താൻ കഴിയുമായിരുന്നു. ഫ്രാൻസ് പക്ഷെ അത്ര കാര്യമാക്കിയില്ല. അതുകൊണ്ട് തന്നെ അവർ ശക്തമായിട്ട് ആ സ്ഥലങ്ങൾ പിടിച്ചെടുത്തു. They could conquer much part of the northern France
ആൻഡ് സെറ്റിൽ ഡൗൺ ദെയർ. ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിൽ അവർ സെറ്റിൽ ചെയ്യാനായിട്ട് തീരുമാനിച്ചു. നോർത്ത് ഫ്രാൻസിൽ അവർ സെറ്റിൽ ചെയ്തു. അതുകൊണ്ട് ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിലുള്ളവരെയാണ് നോർത്ത്മെൻ എന്ന് വിളിക്കുന്നത്, നോർമാൻഡി എന്ന് വിളിക്കുന്നത്, നോർമൻസ് എന്ന് പറയുന്നത്. These conquerors became known as Normans and the region they settled became known as Normandy. അവർ നിൽക്കുന്ന ആ പ്രദേശം അഗെയിൻ നമ്മൾ നേരത്തെ ഇംഗ്ലണ്ട് കാണിച്ച പോലെ കാണിക്കുകയാണെങ്കിൽ ഒരു വൃത്തം വരയ്ക്കുന്നു. ആ വൃത്തം ഫ്രാൻസ് ആണെന്ന് വിചാരിക്കുക. ഇതാണ് ടോട്ടലി ഫ്രാൻസ് എന്ന് പറയുന്നത്. ഈ ഫ്രാൻസിൽ നോർത്തേൺ സൈഡ് ഇതാണെങ്കിൽ ഇവിടുത്തെ ഒരു ഭാഗം വെറും ഒരു ചെറിയ കഷ്ണം ഈ നോർത്തേൺ പാർട്ട് മാത്രം കിട്ടിയിട്ടുള്ളവരാണ് നോർമാൻഡി എന്ന് പറയുന്ന ഈ വിഭാഗം. ഈ നോർമാൻഡി പീപ്പിൾസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഭാഗം ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ബാക്കി ഫ്രാൻസിൻ്റെ ഭരണാധികാരിയുടെ കയ്യിൽ തന്നെയാണ്. അതിൻ്റെ ഇപ്പുറത്താണ് ഇംഗ്ലീഷ് ചാനൽ ഉള്ളത് എന്ന് വിചാരിക്കുക. ഇവിടെയാണ് അഗെയിൻ ഇംഗ്ലണ്ട് വരുന്നത്. ഫ്രാൻസും ഇംഗ്ലണ്ടും വളരെ അടുത്തടുത്തുള്ള വിഭാഗങ്ങളാണ്. അപ്പോൾ ഇവരെ സംബന്ധിച്ചിടത്തോളം, ഈ നോർത്തേൺ സൈഡിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഈ പറയുന്ന ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്താൽ അവർ നേരെ എത്തുന്നത് ഇംഗ്ലണ്ടിലാണ്. ഫ്രാൻസിൽ നിന്നും കൊള്ളയടിക്കാനുള്ളത് മുഴുവൻ പ്ലണ്ടർ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ നെക്സ്റ്റ് ഓപ്ഷൻ, നെക്സ്റ്റ് ചോയ്സ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ്. അതിനവർക്ക് മുൻപിലുള്ള ഏക പ്രതിബന്ധം ഇംഗ്ലീഷ് ചാനൽ മാത്രമാണ്. ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്താൽ ദേ കെയിം ടു ഇംഗ്ലണ്ട്. എന്നിട്ട് അവിടെ വന്നിട്ട് ഭരണത്തിന് പിടിച്ചെടുക്കാനൊന്നല്ല, അവരുടെ ലക്ഷ്യം കൊള്ളയടിക്കുക എന്നുള്ളത് മാത്രമാണ്. ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദി കോൺക്വസ്റ്റ്, എങ്ങനെയാണ് യുദ്ധമുണ്ടായത് അല്ലെങ്കിൽ എന്തുകൊണ്ട് അവർക്ക് പിടിച്ചെടുക്കേണ്ടി വന്നു എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി, ഡ്യൂക്കാണ് നോർമൻസിൻ്റെ ഭരണാധികാരി, കിങ് അല്ല. അയാളെ വിളിക്കുന്ന പേരാണ് ഡ്യൂക്ക്. കിങ്ങിന് തുല്യമായിട്ടുള്ള പോസ്റ്റ് തന്നെ, പ്രത്യേകിച്ച് പ്രത്യേകതയൊന്നുമില്ല. ചിലർ ഏൾ എന്ന് പറയും, ചിലർ കിങ് എന്ന് പറയും, ചിലർ ഡ്യൂക്ക് എന്ന് പറയും. അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വിളിപ്പേരുകളിൽ വരുന്നു എന്ന് മാത്രം. ദ ഡ്യൂക്ക് ഓഫ് നോർമാൻഡി വില്യം had a legitimate claim to the English throne as the distant cousin of Edward the Confessor. ഇത് ഇംഗ്ലണ്ടിലെ കിങ് ആണ് കേട്ടോ. എഡ്വേർഡ് എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ കിങ് ആണ്, കിങ് ഓഫ് ഇംഗ്ലണ്ട്. സോ ഇദ്ദേഹത്തിൻ്റെ ഡിസ്റ്റന്റ് കസിനാണ് വില്യം എന്ന് പറയുന്ന നോർമൻസിൻ്റെ ഡ്യൂക്ക്. With the death of Edward in January 1066, William immediately declared himself as the heir to English throne. അടുത്ത ഭരണാധികാരി ഞാനാണെന്ന് വില്യം പ്രഖ്യാപിച്ചു. William claimed that Edward had chosen him as his successor. എന്നിട്ട് അദ്ദേഹം പറയാണ്, ഓൾറെഡി എഡ്വേർഡ് എന്നെ കണ്ടുവച്ചിട്ടുണ്ട്, അദ്ദേഹം എന്നോട് പറഞ്ഞതാണ് അടുത്ത സക്സസർ നീ ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുള്ളതാണെന്നും അദ്ദേഹം ക്ലെയിം ചെയ്യാണ്. ബട്ട് ഹാരോൾഡ് ഏൾ ഓഫ് വെസെക്സ് ഒപ്പോസ്ഡ് വില്യംസ് ക്ലെയിം ആൻഡ് സീസ്ഡ് ദ ത്രോൺ. പക്ഷെ ഹാരോൾഡ് അത് സമ്മതിച്ചില്ല, അത് നടക്കില്ല, കാരണം ഇവിടെ ഏൾസ് ഉണ്ട്, അതിലാരെങ്കിലും തന്നെ അടുത്ത ഭരണാധികാരിയാവും, തൻ്റെ ക്ലെയിമൊക്കെ താൻ കയ്യിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഭരണം പിടിച്ചെടുത്തു. This provoked William and he equipped a big army to conquer Harold and seize the throne of England. അത് വല്ലാത്തൊരു ഹ്യൂമിലിയേഷനായി വില്യമിനെ സംബന്ധിച്ചിടത്തോളം. കാരണം ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് എന്നെ തെരഞ്ഞെടുത്തിട്ടുള്ളത് എഡ്വേർഡാന്ന് പറഞ്ഞു, ഞാൻ അദ്ദേഹത്തിൻ്റെ കസിനാണ്, അതുകൊണ്ട് അടുത്ത അനന്തരാവകാശി ഞാനായിരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഹാരോൾഡ് അധികാരം പിടിച്ചെടുത്തപ്പോൾ അത് ഇദ്ദേഹത്തെ ചെറുതാക്കിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം വേഗം അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ട്രൂപ്പിനെ, ഒരു വലിയ മിലിറ്റന്റ് വിഭാഗത്തിന് കണ്ടെത്തി അതുമായിട്ട് പുറപ്പെട്ടു. എന്തിന്? ഹാരോൾഡിനെ പിടിച്ചെടുക്കണം, ഇംഗ്ലണ്ടിൻ്റെ അധികാരം പിടിച്ചു വാങ്ങണം.
ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ്. അതിനുശേഷം ഹേസ്റ്റിങ്സിൽ വെച്ച് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഹാരോൾഡിനെ പിടിക്കാൻ വേണ്ടിയിട്ട് വില്യം വരുന്ന സ്ഥലത്തിൻ്റെ പേരാണ് ഹേസ്റ്റിങ്സ്. അത് ഇംഗ്ലണ്ടിൽപ്പെട്ട സ്ഥലം തന്നെയാണ് കേട്ടോ. ബാറ്റിൽ ഓഫ് ഹേസ്റ്റിങ്സ് വാസ് എ ഡിസിസീവ് വാർ fought between വില്യം ആൻഡ് ഹാരോൾഡ്. അധികാരം ആർക്ക് വേണമെന്ന് തീരുമാനിക്കുന്നതിന് വേണ്ടി വില്യമും ഹാരോൾഡും തമ്മിൽ യുദ്ധം ചെയ്ത സ്ഥലത്തിൻ്റെ പേരാണ് ഹേസ്റ്റിങ്സ്. To determine who would be the real heir to the English throne, William assembled a force of 4,000 to 7,000 militant knights and foot soldiers to handle Harold. ഹാരോൾഡിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വില്യം 4000 മുതൽ 7000 വരെ വരുന്ന ഒരു വലിയ സൈന്യത്തെയും കൊണ്ട് ഹേസ്റ്റിങ്സിലേക്ക് കടന്നു വന്നു. കാരണം ഹേസ്റ്റിങ്സിലാണ് ഹാരോൾഡിൻ്റെ സൈന്യം ക്യാമ്പ് ചെയ്യുന്നത്. വില്യം ഹാഡ് ഓൾസോ സെക്യൂർഡ് സപ്പോർട്ട് ഫോർ ഹിസ് ഇൻവേഷൻ ഫ്രം ബോത്ത് നോർമൻ അരിസ്റ്റോക്രസി ആൻഡ് ദ പേപ്പസി. അരിസ്റ്റോക്രസി മീൻസ് അവിടുത്തെ പ്രഭുക്കന്മാരായിട്ടുള്ള വലിയ ഒരു വിഭാഗം, അല്ലെങ്കിൽ വലിയ എന്താ പറയുക, പാരമ്പര്യവും സമ്പത്തുമുള്ള കുടുംബങ്ങളുടെ ഒരു വലിയൊരു കൂട്ടായ്മ തന്നെയുണ്ട്. അവരുടെ ഒരു ഹ്യൂജ് സപ്പോർട്ടോട് കൂടിയിട്ടാണ് ആര് കടന്നു വരുന്നത്? വില്യം ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരുന്നത്. ഒപ്പം തന്നെ നോർമൻ പേപ്പസി, പേപ്പസി മീൻസ് ചർച്ചിൻ്റെ ആശീർവാദവും മേടിച്ചിട്ടാണ് അദ്ദേഹം വരുന്നത്. On 1066, September 27, William's army crossed the English Channel and moved directly to Hastings, where Harold's army was camping. ഹാരോൾഡിൻ്റെ ആർമി നിലനിൽക്കുന്ന ഹേസ്റ്റിങ്സിനെ ലക്ഷ്യമാക്കി ഇംഗ്ലീഷ് ചാനൽ മറികടന്ന് ഇവർ ഫ്രാൻസിൻ്റെ നോർത്തേൺ സൈഡിൽ നിന്നും ഇംഗ്ലണ്ടിലേക്ക് കടന്നു വരികയാണ്. Harold's army, highly trained infantry, stood firm in the face of William's mounted assault. But William's army killed many English soldiers. യുദ്ധം അങ്ങനെ ശക്തമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ യുദ്ധം ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് എന്ത് സംഭവിച്ചു? ഈ പറയുന്ന ഹാരോൾഡിൻ്റെ സൈന്യം ശക്തമായിട്ട് പ്രതിരോധിച്ചു നിന്ന് നോക്കി. പക്ഷെ വില്യത്തിൻ്റെ ശക്തിക്ക് മുൻപിൽ അവർക്ക് കീഴടങ്ങേണ്ട ഒരു സാഹചര്യം വരാൻ തുടങ്ങി. കാരണം വില്യമിൻ്റെ ആർമി ഓരോരോ സോൾജിയേഴ്സിനെ ആയിട്ട് ഇംഗ്ലണ്ടിൻ്റെ കൊന്നുകൊണ്ടിരിക്കുകയാണ്. ആസ് ദ ബാറ്റിൽ കണ്ടിന്യൂ, ദ ഇംഗ്ലീഷ് സോൾജിയർ were gradually exhausted. അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത പോലെ ഇംഗ്ലണ്ടിന്. കാരണം വില്യമിൻ്റെ ആർമി എന്ന് പറയുന്നതും വലുതാണ്, പക്ഷെ ഹാരോൾഡിൻ്റെ ആർമിയും വലുതുമാണ്, ട്രെയിൻഡുമാണ്. പക്ഷെ ഇവരുടെ ഒപ്പം പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുന്നില്ല. ഓൺ 14th October, ഹാരോൾഡ് വാസ് കിൽഡ്. നേതാവിനെ തന്നെ കൊന്നു. നേതാവ് മരിച്ചാൽ നാച്ചുറലി എന്ത് സംഭവിക്കും? കൂടെയുള്ള ആൾക്കാരൊക്കെ പല ഭാഗത്തേക്കായിട്ട് ചിതറിയോടും. കാരണം ഒരു നേതാവിൻ്റെ പ്രത്യേകത എന്താ? അയാളാണ് അതിന് നേതൃത്വം നൽകുന്നത്. അതിപ്പോൾ ഒരു യുദ്ധമായാലും സമരമായാലും ഒരു പ്രതിഷേധമായാലും നേതാവിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ നേതാവിൻ്റെ ഉത്തരവാദിത്തം എന്ന് പറയുന്നത് ടു ലീഡ് ദ മാസസ്. ആ മാസിനെ നിയന്ത്രിക്കാനും അവരെ ലീഡ് ചെയ്യാനും ആ ലീഡർക്ക് കഴിയുമ്പോഴാണ് അയാളൊരു നേതാവായിട്ട് മാറുന്നത്. ശരിയല്ലേ? അപ്പോൾ ഹാരോൾഡാണ് ഇവിടെ യുദ്ധത്തിൽ നേതാവ്. ഹാരോൾഡിനെ തന്നെ അവർ കൊന്നുകളഞ്ഞു. And in the battlefield, and the remaining English soldiers scattered and fled. അവരൊക്കെ ഓടിപ്പോയി, വേഗം ചിതറി ഓടി. കാരണം നേതാവ് പോയി. ഇനി നമ്മൾ ഒറ്റയ്ക്ക് പിടിച്ചു നിൽക്കാൻ നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഇവരോട് ഒപ്പം ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കില്ല. After this great victory, William crowned as the King of England in Westminster Abbey on Christmas Day 1066. ഒക്ടോബറിൽ ഇയാൾ ഓടിപ്പോയതോടുകൂടി 1066 വന്ന
ക്രിസ്തുമസ് ദിനത്തിൽ ഇംഗ്ലണ്ടിൻ്റെ പുതിയ രാജാവായി വില്യം അധികാരം ഏറ്റെടുത്തു. ആ അധികാരം ഏറ്റെടുക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൻ്റെ കൂടെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തു. അയാൾ പിടിച്ചെടുത്തതാണ് ഇംഗ്ലണ്ടിനെ. ഹാരോൾഡുമായിട്ട് യുദ്ധം ചെയ്തു. ഹാരോൾഡിൻ്റെ സൈന്യം ഓടിപ്പോയപ്പോൾ ഇംഗ്ലണ്ടിനെ അദ്ദേഹം പിടിച്ചെടുക്കുകയാണ്. ആ പിടിച്ചെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് വില്യം കോൺകറർ എന്ന പേര് സ്വയം സ്വീകരിച്ചു. ദിസ് ഫൈനൽ വിക്ടറി ഓഫ് ഹേസ്റ്റിംഗ്സ് ഗേവ് ഹിം ദ ടൈറ്റിൽ വില്യം ദ കോൺകറർ. പിടിച്ചെടുത്ത രാജാവ് എന്നുള്ള അർത്ഥത്തിൽ വില്യം ദ കോൺകറർ എന്ന പേര് അദ്ദേഹത്തിന് കിട്ടുകയാണ്. ഇനി അദ്ദേഹം ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്തൊക്കെ? പ്രധാനമായിട്ടും ലാൻഡ് സംബന്ധമായിട്ടും അതുപോലെ തന്നെ ഗവൺമെൻറ് ജുഡീഷ്യൽ പോളിസികളിൽ അദ്ദേഹം കൊണ്ടുവന്ന മാറ്റങ്ങളും ചർച്ചിൻ്റെ ഭാഗത്ത് അദ്ദേഹം നടപ്പിലാക്കിയ പുതിയ നിയന്ത്രണങ്ങൾ, നിയമനിർമ്മാണങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൻ്റെ ഭാഗമായിട്ട് കാണാനായിട്ട് പോകുന്നത്. കോൺസിക്വൻസസ് ഓഫ് ദി കോൺക്വസ്റ്റ്. കോൺക്വസ്റ്റിനെ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങൾ. The Norman conquest had profound political, administrative and social change in the British Isles. In political terms, William's victory destroyed England's link with Scandinavia, brought the country instead close contact with the continent, especially France. വലിയൊരു മാറ്റത്തിൻ്റെ കാലഘട്ടമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഇംഗ്ലണ്ടും അതുപോലെ തന്നെ ഫ്രാൻസും. ഞാൻ വീണ്ടും രണ്ട് വൃത്തത്തിലാക്കിയിട്ട് കാണിക്കുന്നു എന്ന് മാത്രം. ഇങ്ങനെയല്ല ഇംഗ്ലണ്ടും ഫ്രാൻസും ഒന്നും നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ഇപ്പുറത്തെ സൈഡിലേക്ക് ഇംഗ്ലണ്ടിനെ മാറ്റുന്നുണ്ട്, എളുപ്പത്തിന് വേണ്ടി മാത്രമാണ്. പിന്നെ കമ്പാരിറ്റീവ്ലി ഫ്രാൻസ് വലുതും ഇംഗ്ലണ്ട് ചെറുതുമാണ്. അതുകൊണ്ടും കൂടിയാണ് ഇങ്ങനൊരു മാറ്റത്തിന് ശ്രമിച്ചിരിക്കുന്നത്. ഇടയിലിട്ടിരിക്കുന്ന ഈ സ്പേസാണ് ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്നത്. നാരോ സ്ട്രിപ്പായിട്ട് തോന്നുമെങ്കിലും ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 11 കിലോമീറ്റർ ആണ് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. എനിവേയ്സ്, ഈ നോർത്തേൺ സൈഡിൽ നിന്നും ഈ ഇംഗ്ലീഷ് ചാനൽ ക്രോസ് ചെയ്ത് ഇംഗ്ലണ്ടിലേക്ക് എത്തി ഇംഗ്ലണ്ടിൻ്റെ അധികാരം 1066 പിടിച്ചെടുത്ത വില്യം കോൺക്വററിൻ്റെ നേതൃത്വത്തിൽ ഇംഗ്ലണ്ടിൻ്റെ ഭരണം ഫ്രാൻസിൻ്റെ അധീനതയിലുള്ള അല്ലെങ്കിൽ ഫ്രാൻസിനോട് ചേർന്ന് നിൽക്കുന്ന നോർത്തേൺ സൈഡിലുള്ള നോർമാൻഡി പീപ്പിൾസിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുകയാണ്. ഈ കൈമാറ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവരെന്ത് ചെയ്യാൻ തുടങ്ങി? ഇംഗ്ലണ്ടിനെ എൻറ്റയർ യൂറോപ്പിൻ്റെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുത്താനും ഒപ്പം തന്നെ യൂറോപ്പിലെ മറ്റ് രാജ്യങ്ങളുമായിട്ട് ഒരു അടുപ്പം സ്ഥാപിച്ചെടുക്കാനും. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലണ്ടിൻ്റെ ഇവിടെയുള്ളൊരു വെയിൽസ്, ഇവിടെയുള്ളൊരു നോർത്തേൺ അയർലൻഡ്, ഇവിടെയുള്ളൊരു റിപ്പബ്ലിക് ഓഫ് അയർലൻഡ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം ചേർന്നതാണ് ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി UK എന്ന് പറയുന്നത്. പക്ഷേ അവർക്ക് ഇപ്പുറത്തുള്ള ബാക്കിയുള്ള ജർമ്മനി, ഇറ്റലി, അതുപോലെ തന്നെ ബെൽജിയം, ഹോളണ്ട്, ഡെൻമാർക്ക് ഇങ്ങനെയുള്ള രാജ്യങ്ങളായിട്ടൊന്നും യാതൊരു കണക്ഷനുമില്ല. അപ്പോൾ ആ കണക്ഷൻ ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഉത്തരവാദിത്വം ഈ പറയുന്ന നോർമൻസ് ഏറ്റെടുക്കുകയും പ്രധാനമായിട്ടും ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും കൂട്ടിച്ചേർത്തുകൊണ്ട് അല്ലെങ്കിൽ ഒരുമിച്ച് നിർത്തിക്കൊണ്ടുള്ള ഒരു ഭരണ രീതിയിലേക്ക് അവർ ഇംഗ്ലണ്ടിൻ്റെ സംവിധാനത്തെ മാറ്റി. പഴയ ആൾക്കാരായിരുന്ന സ്ലോവേനിയൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്കാൻഡിനേവിയൻസ് ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കുറച്ച് ഇംഗ്ലണ്ടിന് ഫ്രാൻസുമായിട്ട് കൂടുതൽ അടുപ്പിക്കാനായിട്ട് ആര് ശ്രമിച്ചു? നോർമൻസ് ശ്രമിച്ചു. അതെന്തിനു വേണ്ടിയിട്ടായിരിക്കും നോർമൻസ് ഫ്രാൻസിനെയും ഇംഗ്ലണ്ടിനെയും ഒരുമിപ്പിക്കണം എന്നാഗ്രഹിച്ചിട്ടുണ്ടായിരിക്കുക? അവർക്ക് വ്യക്തമായിട്ടുള്ള താല്പര്യമുണ്ട്. നോർമൻസിൻ്റെ കീഴിലുള്ള ഫ്രാൻസിൻ്റെ ഈ ഒരു ഏരിയയും ഇംഗ്ലണ്ട് പൂർണ്ണമായിട്ടും ഇതിനോട് ചേർത്ത് നിർത്തിയാൽ ഇവരുടെ ഭരണം എളുപ്പമാക്കാം. അവരവരുടെ സ്വാർത്ഥതയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവരെ ഒരുമിപ്പിക്കാൻ ശ്രമിക്കുന്നത്, അല്ലാതെ ഇംഗ്ലണ്ടും ഫ്രാൻസും ഒന്നിച്ച് കാണാനുള്ള കൊതി കൊണ്ടല്ല. Other major radical change was the introduction of land tenure and military service.
First impact of the Norman conquest is that land tenure and military service has to be put forwarded by the Normans in England. അതുവരെ ഇങ്ങനെ ഒരു സംവിധാനം അവിടെ ഇല്ല. ലാൻഡ് ടെന്യൂർ എന്ന് പറയുന്നതോ നിർബന്ധിത മിലിറ്ററി സർവീസ് എന്ന് പറയുന്നതോ ഇംഗ്ലണ്ടിലില്ല. ഇത് മാൻഡേറ്ററി ആണ്. മാൻഡേറ്ററി എന്ന് വെച്ചാൽ നിർബന്ധിതം, ചെയ്തിരിക്കണം, ആർക്കും ഇതിൽ നിന്ന് എക്സെപ്ഷൻ ഇല്ല. അപ്പൊ ഇവിടെ എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക്കലി എല്ലാവരും മിലിറ്ററി സർവീസിലേക്ക് അവരുടെ ഒരു വിഭാഗത്തെ കൊടുത്തേ മതിയാകൂ എന്നുള്ളൊരു നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കും. അതേസമയം ലാൻഡ് ടെന്യൂർ എന്ന് പറയുന്നത് എന്താ? ടെന്യൂർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലാവധി എന്നാണ് അർത്ഥം. ലാൻഡിന് ഒരു കാലാവധി അനുവദിച്ചു കൊടുക്കുകയാണ്. എന്തിനു വേണ്ടി? ടാക്സ് പിരിക്കാൻ. അപ്പം എൻ്റെ കയ്യിലുള്ള ലാൻഡിന് ഞാനൊരു നിശ്ചിത കാലഘട്ടത്തിലേക്ക് ഗവൺമെന്റിന് ടാക്സ് അടയ്ക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? ഗവൺമെന്റ് നേരിട്ടത് എനിക്ക് തരില്ല. അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത്. ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്ന വളരെ മോശമായിട്ടുള്ള അവസ്ഥയിലേക്ക് വഴിവെച്ചത്. ഈ പറയുന്ന നോർമൻസിന്റെ ഈ പുതിയ കണ്ടെത്തലാണ് ഫ്യൂഡലിസത്തിന് വഴിവെച്ചത്. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നോർമൻസ് ഇംഗ്ലണ്ടിന്റെ അധികാരം പിടിച്ചെടുക്കുമ്പോൾ ഇംഗ്ലണ്ടിൽ ഒരുപാട് ലോർഡ്സ് ഉണ്ട്. ലോർഡ്സ് മീൻസ് പ്രഭുക്കന്മാർ. ഈ പ്രഭുക്കന്മാർക്ക് സ്വന്തമായിട്ട് ലാൻഡ് ഏരിയ ഉണ്ട്. 10 ഏക്കർ, 20 ഏക്കർ, 100 ഏക്കർ എന്നൊക്കെ പറഞ്ഞ് ഓരോ പ്രഭുവിനും ഓരോ ലാൻഡ് ഏരിയ പതിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ തിരിച്ചു പിടിച്ച് ഇംഗ്ലണ്ടിലെ രാജാവായിട്ടുള്ള നോർമൻ കിങ് എന്ത് ചെയ്യും? അദ്ദേഹത്തിന് താല്പര്യമുള്ള വ്യക്തികൾക്ക് പാട്ടത്തിന് കൊടുക്കും. അതായത് 10 പേരെ കണ്ടുപിടിച്ച് അവരെ ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയുന്ന പൊസിഷനിലിരുത്തും. ആ പൊസിഷനിലുള്ള ആൾക്ക് ഒരു ടെനന്റ് ഇൻ ചീഫിന് 100 ഏക്കർ സ്ഥലം കൊടുക്കും. അയാളോട് പറയും 1 വർഷത്തേക്ക്. അതാണ് ലാൻഡ് ടെന്യൂർ എന്ന് പറയുന്നത്. ആ 1 വർഷമാണ് ടെന്യൂർ. ആ 1 വർഷത്തേക്ക് തനിക്ക് അവിടെ എന്ത് വേണമെങ്കിൽ ചെയ്യാം. എന്ത് ചെയ്യണു എന്നുള്ളത് കിങ്ങിനെ സംബന്ധിച്ച വിഷയമല്ല. കിങ്ങിനെ സംബന്ധിച്ച് എന്താണ് വിഷയം? ആ 1 വർഷ കാലാവധിക്ക് ഒരു ഫിക്സഡ് എമൗണ്ട് ഇടും. ആ എമൗണ്ട് കിങ്ങിന് കൊടുത്തിരിക്കണം. അതാരുടെ ഉത്തരവാദിത്വമാണ്? ടെനന്റ് ഇൻ ചീഫിന്റെ ഉത്തരവാദിത്വം. അപ്പൊ ടെനന്റ് ഇൻ ചീഫ് എന്ത് ചെയ്യണം? എൻ്റെ കയ്യിൽ 100 ഏക്കർ കിട്ടി. ഞാൻ അരുൺ ഫ്രാൻസിസ് എന്ന ടെനന്റ് ഇൻ ചീഫിനെ സംബന്ധിച്ചിടത്തോളം 100 ഏക്കർ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്ത് ചെയ്യും? ഞാനൊരു 10 പണിക്കാരെ വെച്ചിട്ട് അവർക്കൊരു നിശ്ചിത കൂലി നിശ്ചയിച്ചിട്ട് അവരെ കൊണ്ട് പണിയെടുപ്പിക്കും. എന്നിട്ട് ഈ 100 ഏക്കറിൽ നിന്ന് ഞാൻ ചിലപ്പോൾ 10,000 രൂപ ഉണ്ടാക്കും. കിങ്ങിന് കൊടുക്കേണ്ടത് ചിലപ്പോൾ വെറും 1000 രൂപ മാത്രമായിരിക്കും 1 വർഷത്തേക്ക്. എൻ്റെ ലാഭം എത്രയാണ്? 9,000 രൂപ. ഇത് ഞാനൊരു ബേസിക് കണക്ക് പറഞ്ഞ കേട്ടോ. ഇനി ഈ കണക്കൊന്നും കൊണ്ടുപോയിട്ട് പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കരുത്. ഇങ്ങനൊരു കണക്കൊന്നുമില്ല. ഞാൻ നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞതാണ്. രാജാവ് ഒരു 1000 രൂപ ചോദിക്കുമ്പോൾ ഞാൻ ഈ ഭൂമി കൊണ്ട് ഉണ്ടാക്കുന്നത് 10,000-ങ്ങളാണ്. അപ്പൊ എനിക്കാണ് ലാഭം, ടെനന്റ് ഇൻ ചീഫിനാണ് ലാഭം. ഇതാണ് ടെനന്റ് ഇൻ ചീഫ് എന്ന് പറയുന്ന പൊസിഷൻ. അതാണ് നോർമൻസ് ഇംഗ്ലണ്ടിലേക്ക് വന്നപ്പോൾ കൊണ്ടുവന്ന ആദ്യത്തെ മാറ്റം. രണ്ടാമത്തെ ഒരു മാറ്റം നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇംഗ്ലണ്ടിനെ യൂറോപ്പിന്റെ മെയിൻ ലാൻഡുമായിട്ട് കൂടുതൽ അടുപ്പിക്കുകയും പ്രധാനമായിട്ടുള്ള അവരുടെ സ്ലൊവേനിയൻ കണക്ഷൻ വിഡ്രോ ചെയ്യിച്ച് ഫ്രാൻസുമായിട്ട് കൂടുതൽ അടുത്ത് നിൽക്കാനായിട്ട് അവരെ പ്രേരിപ്പിക്കാൻ തുടങ്ങി. ഓക്കെ, ആൻഡ് ദ തേർഡ് വൺ, ദിസ് കോസ്റ്റ് ഓൾമോസ്റ്റ് ടോട്ടൽ റീപ്ലേസ്മെന്റ് ഓഫ് ദി ഇംഗ്ലീഷ് അരിസ്റ്റോക്രസി വിത്ത് നോർമൻ വൺസ്. അതുപോലെ തന്നെ വില്യം റീഓർഗനൈസ് ദി അപ്പർ റാങ്ക് ഓഫ് ഇംഗ്ലീഷ് സൊസൈറ്റി ബൈ ഡിവൈഡിംഗ് ദ റീജിയൻ എമംഗ് അബൌട്ട് 180 നോർമൻ ടെനന്റ് ഇൻ ചീഫ് ആൻഡ് ഇന്യൂമറബിൾ ഇന്റർമീഡിയറ്റ് ടെനൻസ്. ടെനന്റ് ഇൻ ചീഫിനെ നിയമിക്കാൻ തുടങ്ങി. അതിൻ്റെ കീഴിൽ വീണ്ടും കുറേ സബ് ടെനൻസിനെ നിയമിക്കാൻ തുടങ്ങി. ഈ സബ് ടെനൻസും ടെനന്റ് ഇൻ ചീഫും കൂടിയിട്ട് ലാൻഡ് ടെന്യൂർ കളക്ട് ചെയ്ത് കിങ്ങിനെ ഏൽപ്പിക്കുന്നു. അങ്ങനെ അവരുടെ ആ ഒരു കാലഘട്ടം അവർ മുന്നോട്ട് നീക്കിക്കൊണ്ടിരിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ വന്ന മാറ്റം എന്ന് പറയുന്നത് ഇംഗ്ലീഷ് പ്രഭു കുടുംബത്തിൽ നിന്നുള്ളവരെ കംപ്ലീറ്റ് ആയിട്ട് റീപ്ലേസ് ചെയ്ത്
നോർമൻസിനെ ആ സ്ഥാനത്തേക്ക് റീപ്ലേസ് ചെയ്തു. Anglo-Saxon England had developed a highly organized central and local government and effective judicial system. ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഓൾറെഡി അവിടെ പ്രിവൈൽ ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നുണ്ട്. എന്ത്? ലോക്കലും ഉണ്ട്, സെൻട്രൽ ഗവൺമെൻറ്റും ഉണ്ട്. രാജാവിൻ്റെ കീഴിലൊരു പാർലമെൻറ്റിന് പല പല ഏൾസ്, ആ പല ഏൾസിൽ നിന്ന് ലഭിക്കുന്ന നിർദ്ദേശങ്ങൾ അഡ്വൈസറി കമ്മിറ്റി വിശകലനം ചെയ്ത് ആവശ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് രാജാവ് അത് ഫൈനൽ ഡിസിഷനായിട്ട് നടപ്പിലാക്കുന്ന രീതിയാണ് ഇംഗ്ലണ്ടിൻ്റെ ഗവൺമെൻറ് സംവിധാനം എന്ന് പറയുന്നത്. ജുഡീഷ്യൽ സംവിധാനം നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. ഓരോ 100-ലും ഒരു 100 മൂട്ട് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഓരോ ഷിറിലും ആ ഷിറിനെ ഭരിക്കാൻ കഴിയുന്ന ഷെറീഫ് എന്ന അർത്ഥം വരുന്ന ഒരു അധികാരി ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ കീഴിൽ ജുഡീഷ്യൽ സിസ്റ്റം കൃത്യമായിട്ട് ഇംഗ്ലണ്ടിൽ നടപ്പിലാക്കുന്നുണ്ടായിരുന്നു. ആ നടപ്പിലാക്കുന്ന സംവിധാനത്തെ അതേപോലെ തന്നെ ഫോളോ ചെയ്യാണ്. ഓൾ ദീസ് വർ റീറ്റെയിൻഡ് ആൻഡ് യൂസ്ഡ് ബൈ വില്യം അതിൽ വലിയ മാറ്റമൊന്നും വരുത്താൻ പോയില്ല. കാരണം എന്താ വെച്ചാൽ വില്യം നോക്കിയപ്പോൾ ഇത് ഓൾറെഡി നല്ലൊരു സിസ്റ്റമാണ്, ഈ സിസ്റ്റത്തിന് ഞാനായിട്ട് എന്തിനാണ് പൊളിച്ചെഴുതുന്നത്? അങ്ങനെ ഒരു ആവശ്യം ഇപ്പം ഇംഗ്ലണ്ടിലില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം അതിനെ സമ്പൂർണ്ണമായിട്ട് നിലനിർത്തി നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നോക്കി. ദി ഓൾഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിവിഷൻ സച്ച് ആസ് ഹൺഡ്രഡ്സ് ആൻഡ് ഷുർസ് റീറ്റെയിൻഡ് വിത്ത് മൈനർ ചേഞ്ച്. ഇംഗ്ലണ്ട് പണ്ട് നിലനിർത്തിയിരുന്ന ഹൺഡ്രഡ്സ്, ഷിർ തുടങ്ങിയിട്ടുള്ള സെയിം ആയിട്ട് തന്നെ നിലനിർത്തി ചെറിയ ചെറിയ മാറ്റങ്ങൾക്ക് വിധേയപ്പെടുത്തി എന്ന് മാത്രം. In them, the King's Code, the common law of England. Common law of England is the legal system of England which is applicable to the whole land, not limited to any locality. It arose from the customs and traditions which were approved by the royal judges. It is mainly unwritten, continued to be administrated. ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ കോമൺ ലോ അതേപോലെ തന്നെ നിലനിർത്തി എന്നുള്ളതാണ്. കാരണം എന്താ? ആ കോമൺ ലോ ഒരുപാട് സമയമെടുത്ത് കിങ് ആൽഫ്രഡ് ഉൾപ്പെടെയുള്ളവർ എഴുതി തയ്യാറാക്കുന്നതിന് പകരം അവിടെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് പറയാണ് മെയിൻലി ഇറ്റ് ഈസ് അൺറിട്ടൺ, എഴുതി വെച്ചോക്കൊന്നല്ല, പക്ഷെ എന്നിട്ടും ഒരു നല്ല സംവിധാനം, ഒരു കോമൺ ലോ അവിടെ നിലനിർത്താൻ ഇംഗ്ലണ്ടിന് സാധിക്കുന്നുണ്ടെങ്കിൽ അതവരുടെ ജുഡീഷ്യൽ സിസ്റ്റത്തിൻ്റെ പെക്യുലിയർ ഫീച്ചർ തന്നെയാണ്. അപ്പോൾ അതാണ് ഗവൺമെൻറ് ജുഡീഷ്യൽ സിസ്റ്റം കോമൺ ലോയുടെ കാര്യത്തിൽ പറയാനുള്ളത്. ഇനിയുള്ളത് മാറ്റം ചർച്ച് റീഫോമാണ്. ചർച്ചിൻ്റെ ഭാഗത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. ഇറ്റ് വാസ് ദി നോർമൻ കോൺക്വസ്റ്റ് that really strengthened the power of church in England. William transformed the structure and character of the English church in England. He replaced all the Anglo-Saxon bishops with the Norman bishops. ആദ്യത്തെ മാറ്റം, ചർച്ചിൽ കൊണ്ടുവന്ന ആദ്യത്തെ മാറ്റം. ആംഗ്ലോ സാക്സൻസ് ബിഷപ്പുമാരെ നിയോഗിച്ചിട്ടുണ്ടായിരുന്നു. ബിഷപ്പ് എന്ന് വെച്ചാൽ ആരാ? ബിഷപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ക്രിസ്ത്യൻസ് അല്ലാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാണ് അറിയാൻ വേണ്ടിയിട്ട്. ഓരോ ലൊക്കാലിറ്റിയിലും ഓരോ ഇടവകകളുണ്ടാവും. ഇടവക എന്ന് പറഞ്ഞാൽ ഒരു വില്ലേജിൻ്റെ അത്ര വലിപ്പമുള്ള ചെറിയ പ്രദേശങ്ങൾ. അതിന് ഓരോ പ്രീസ്റ്റുമാരെ, അച്ഛന്മാരെ നിയോഗിച്ചിട്ടുണ്ടായിരിക്കും. അവരറിയപ്പെടുന്ന പേരാണ് വികാർ. ഈ വികാരിയുടെ മുകളിലുള്ള പേഴ്സണാണ് ഒരു 10 വികാരിമാർ അല്ലെങ്കിൽ 15 വികാരിമാർ കൂടിച്ചേരുന്ന ഒരു പ്ലേസിനെ രൂപതയായിട്ട് പ്രഖ്യാപിക്കുകയും അതിൻ്റെ ഇൻചാർജ് ആയിട്ടുള്ള വ്യക്തിയാണ് ആര്? ബിഷപ്പ് എന്ന് പറയും. അപ്പോൾ ഈ ബിഷപ്പിന് കീഴിൽ കുറേ അച്ഛന്മാർ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും. അത് സഭയുടെ ഒരു സിസ്റ്റമാണ്. ഏറ്റവും ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ ആര് നിൽക്കും? പോപ്പ് നിൽക്കും. പോപ്പിൻ്റെ കീഴിൽ ബിഷപ്പുമാർ നിൽക്കും. ബിഷപ്പുമാരുടെ കീഴിൽ പ്രീസ്റ്റുമാർ നിൽക്കും. അതിൻ്റെയും താഴെയാണ് വിശ്വാസി സമൂഹം എന്ന് പറയുന്നത് സഭയുടെ കോൺസെപ്റ്റ്. അപ്പോൾ ഈ ബിഷപ്പ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു ഹയർ പൊസിഷനാണ് സഭയെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവിടെയുള്ള എല്ലാ ആംഗ്ലോ സാക്സൺ ബിഷപ്പുമാരെയും മാറ്റി. ആംഗ്ലോ സാക്സൺ ആണോ? അപ്പം തന്നെ മാറ്റി. പകരം ആരെ വയ്ക്കും?
നോർമൻ ബിഷപ്പിനെ അവിടെ കൊണ്ടുവന്ന് ഇവർ റീപ്ലേസ് ചെയ്യാൻ തുടങ്ങി ഇവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി. അങ്ങനെ നോക്കിയപ്പോൾ 15 ബിഷപ്പുമാരാണ് ഉണ്ടായിരുന്നത്. ഔട്ട് ഓഫ് 15, 11 were replaced by Normans. 15-ൽ 11 നോർമൻസ് റീപ്ലേസ് ചെയ്തു. അതാണ് വലിയൊരു മാറ്റം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മാറ്റം എന്ന് പറയുന്നത്, he replaced all the Anglo-Saxon bishops with Norman bishops by 1087. 11 out of 15 bishops were Normans. Most notable act of William in this regard, the deposition of Stingad, the Archbishop of Canterbury. Instead, he appointed Lanfranc, a scholar and one of William's close advisor. സ്റ്റിങ്കാൻഡ് എന്ന് പറയുന്നത് അവിടുത്തെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പാണ്. നമ്മൾ ഈ പറഞ്ഞ 15 ബിഷപ്പുമാരുണ്ടായിരിക്കും, അവരുടെ മുകളിൽ ഒരു അധിപനുണ്ട്. ഈ 15 പേരുടെയും മുകളിൽ നിൽക്കുന്ന ആളാണ് ആർച്ച് ബിഷപ്പ് എന്ന് പറയുന്നത്. ആർച്ച് ബിഷപ്പിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സാണ് കാൻറ്റംബററി എന്ന് പറയുന്നത്. ഈ കാൻറ്റംബററി ആർച്ച് ബിഷപ്പിൻ്റെ മുകളിലാണ് പോപ്പ് നിൽക്കുന്നത്. അപ്പോൾ ഈ കാൻറ്റംബററി ആർച്ച് ബിഷപ്പാണ് ഇംഗ്ലണ്ടിലെ ചർച്ചിൻ്റെ മൊത്തം കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. അയാളെ ഹെൽപ്പ് ചെയ്യാനാണ് ഈ 15 ബിഷപ്പുമാരുള്ളത്. ഈ 15 ബിഷപ്പുമാരുടെയും മുകളിൽ നിൽക്കുന്ന സ്റ്റിഗാൻഡ് എന്ന് പറയുന്ന അന്നത്തെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പിനെ ആര് മാറ്റി? വില്യം കോൺകറർ ചേഞ്ച് ചെയ്യാൻ തീരുമാനിച്ചു. പകരം അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ലാൻഫ്രാങ്ക് എന്ന് പറയുന്ന ആളെ കാൻറ്റംബററി ആർച്ച് ബിഷപ്പായിട്ട് നിയമിച്ചു. അപ്പം എന്ത് മെച്ചമുണ്ടായി? വില്യം കോൺകറർ പറയുന്നത് മാത്രമായി ഇംഗ്ലണ്ടിന് അനുസരിക്കാൻ നിവൃത്തിയുള്ളൂ. കാരണം ആർച്ച് ബിഷപ്പ് പോലും അദ്ദേഹത്തിൻ്റെ ആളാണ്. William presided over a number of church council. At the church council held in Leybourne in 1080, William conferred his ultimate authority of the church. വില്യം വെറുതെ അല്ല ഇവരെയൊക്കെ മാറ്റിയത്. അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ആളുകളെ ഇവിടെയൊക്കെ റീപ്ലേസ് ചെയ്തതിൻ്റെ പ്രധാന കാരണം 1050 നടന്ന ചർച്ച് റീഫോം കമ്മിറ്റിയിൽ കൗൺസിലിൽ അദ്ദേഹം പങ്കെടുത്തു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇനി മുതൽ രാജ്യത്തിൻ്റെയും ചർച്ചിൻ്റെയും പരമാധികാരി ഞാൻ മാത്രമായിരിക്കും. ഹി ഈസ് ദ അൾട്ടിമേറ്റ് പേഴ്സൺ ഓഫ് ദി ചർച്ച് and as well as in the political scenario, he is the king of the nation. So രണ്ട് പൊസിഷനും അദ്ദേഹത്തിൽ തന്നെയായി. ശരിക്കും നമ്മൾ നേരത്തെ പറഞ്ഞു, ക്രിസ്ത്യാനിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട ടോപ്പ് മോസ്റ്റ് പൊസിഷനിൽ നിൽക്കുന്ന വ്യക്തി പോപ്പാണ്. ഇവിടെ വില്യം പറയുന്നു, ഇനി മുതൽ പോപ്പൊന്നുമില്ല, ഞാൻ തന്നെയാണ് ഏറ്റവും മുകളിൽ, ഭരണത്തിൻ്റെ കാര്യത്തിലായാലും മതത്തിൻ്റെ കാര്യത്തിലായാലും. 1080 അദ്ദേഹത്തിൻ്റെ ഈ സുപ്രധാനമായിട്ടുള്ള തീരുമാനം കടന്നു വരുന്നത്. ഹി ഇൻട്രൊഡ്യൂസ്ഡ് ലെജിസ്ലേഷൻ അഗെയിൻസ്റ്റ് സിമോണി. സിമോണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചർച്ചിന് ഒരു സാധനം മേടിക്കാനോ വിൽക്കാനോ ഉള്ള അധികാരത്തെയാണ് സിമോണി എന്ന് പറയുന്നത്. അതിനെതിരായിട്ട് അദ്ദേഹം ഒരു നിയമം പാസ്സാക്കി, വില്യം കോൺകറർ. വില്യം പറഞ്ഞു, ഇനി ചർച്ച അധികം മേടിക്കലും വാങ്ങലൊന്നും നടത്തണ്ട, ഞാൻ പറയും എന്ത് മേടിക്കണം എന്ത് വിൽക്കണം. അപ്പം ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട കൊടുക്കൽ വാങ്ങലുകളൊക്കെ രാജാവ് മാത്രം അറിഞ്ഞുകൊണ്ടുള്ള രീതിയിൽ മതി എന്ന് തീരുമാനിക്കുന്ന ഒരു നിയമം അദ്ദേഹം പാസ്സാക്കി. ആ കൊടുക്കൽ വാങ്ങലിനെ വിളിക്കുന്ന പേരാണ് സിമോണി. ഈ സിമോണിക്കെതിരായിട്ട് അദ്ദേഹം നിയമം പാസ്സാക്കുകയും എല്ലാം അദ്ദേഹത്തിൻ്റെ അധികാരത്തിന് കീഴിൽ കൊണ്ടുവരികയും ചെയ്തു. ആൻഡ് ക്ലറിക്കൽ മാരേജ്. ക്ലറിക്കൽ മാരേജ് എന്ന് പറഞ്ഞാൽ ക്ലർക്സ് ആരാ? ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട ജോലി ചെയ്യുന്നവരൊക്കെ ക്ലർക്സാണ്. ചർച്ച് അടിച്ചു വരുന്ന ആൾ, ചർച്ചിലെ കണക്കെഴുതുന്ന ആൾ, ചർച്ചിൽ പള്ളിമണി അടിക്കുന്ന കപ്പ്യാരുൾപ്പെടെ ക്ലറിക്കൽ പോസ്റ്റിൽപ്പെട്ട ആൾക്കാരാണ്. ഈ ക്ലറിക്കൽ വർക്ക്സ് ചെയ്യുന്നവർക്ക് മാരേജ് കൺസെഷൻ ഉണ്ട്. ഒന്നിൽ കൂടുതൽ വിവാഹം കഴിക്കാം, ഭാര്യ ഉപേക്ഷിക്കാം, ഒരു വിരോധവുമില്ല. സാധാരണക്കാരൻ ചെയ്യാൻ പാടില്ല, ക്ലറിക്കൽ പോസ്റ്റിലുള്ള ആളാണെങ്കിൽ ചെയ്യാം. അതുകൊണ്ട് തന്നെ ഈ ക്ലറിക്കൽ മാരേജുമായിട്ട് സംബന്ധിച്ചുള്ള എല്ലാ ആക്റ്റുകളും അദ്ദേഹം മാറ്റി എഴുതി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിലേക്ക് അതിനെ റീഷെഡ്യൂൾ ചെയ്തു.
William replaced Anglo-Saxon abbots with Norman ones and imported numerous monks and from Normandy. Abbots means വൈദികരെ വിളിക്കുന്ന മറ്റൊരു പേരാണ്, സന്യാസി സമൂഹം എന്നാണ് അർത്ഥം. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിലനിന്നിരുന്ന ആംഗ്ലോ സാക്സൺ അബോട്ട്സിനെ മാറ്റി അവിടേക്ക് നോർമൻസിനെ റീപ്ലേസ് ചെയ്തു. പോരാത്തവരെ നോർമാൻസ് റീജിയനിൽ നിന്നും നോർമാൻഡി റീജിയനിൽ നിന്നും ഇങ്ങോട്ട് ഇറക്കുമതി ചെയ്തു. ഹി ഓൾസോ ബിൽഡ് ഓൾ ദ ഫേമസ് കത്തീഡ്രൽ ആൻഡ് കാസിൽ. അദ്ദേഹം ഒരുപാട് കോട്ടകളും കൊട്ടാരങ്ങളും അതുപോലെ തന്നെ ഒരുപാട് പള്ളികളും പണിയാനായിട്ട് വലിയ താല്പര്യം കാണിച്ചിരുന്നു. ബിൽഡിംഗ് പർപ്പസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബിൽഡിംഗ് എന്ന് പറയുന്നത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വളരെ താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. ഹി ഇംപ്ലിമെൻറ്റഡ് എ കൊളോസൽ ബിൽഡിംഗ് പ്രോജക്റ്റ് അറ്റ് ബോത്ത് മൊണാസ്ട്രിക് ആൻഡ് പാരിഷ് ലെവൽ. അദ്ദേഹം എല്ലാ മൊണാസ്ട്രിക് ഓർഡറിലും അല്ലെങ്കിൽ ഓരോ ഇടവകകളിലും ഒരു ബിൽഡിംഗ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണമെന്നുള്ള താല്പര്യം മുന്നോട്ട് വെച്ചു. He was a great supporter of monastic reforms. സന്യാസ സമൂഹത്തിൻ്റെ ജീവിത രീതിയിൽ ആവശ്യമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തണം. സന്യാസി സമൂഹത്തിന് മാത്രമായിട്ട് ഇംഗ്ലണ്ടിൽ പ്രത്യേകതകളൊന്നും അനുവദിക്കാൻ കഴിയില്ല എന്ന രീതിയിൽ പല റീഫോംസ്, പല നിയമ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ടിരുന്ന അല്ലെങ്കിൽ താല്പര്യപ്പെട്ടിരുന്ന വ്യക്തിയാണ് ആര്? കിങ് William the Conqueror. He built Battle Abbey at Hastings, a monastery on the site of Battle of Hastings in honor of his victory in the war. ഹേസ്റ്റിങ്സിലെ യുദ്ധം ജയിച്ചിരുന്നു ഹാരോൾഡുമായിട്ട്. ആ യുദ്ധം ജയിച്ചതിൻ്റെ ഓർമ്മയുടെ പ്രതീകമായിട്ട് ഒരു ബാറ്റിൽ അബേ എന്ന പേരിൽ ഒരു മൊണാസ്ട്രി നിർമ്മിക്കാനായിട്ട് അദ്ദേഹം തീരുമാനിച്ചു ഹേസ്റ്റിങ്സിൽ. ഓൾ ദീസ് മെഷേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ക്വിക്കനിങ് ഓഫ് മൊണാസ്ട്രിക് ലൈഫ് ഇൻ ഇംഗ്ലണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ ഒരു നടപടി ഇംഗ്ലണ്ടിൽ ആശ്രമ ജീവിതത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതിന് കാരണമായിട്ട് തീർന്നു. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തത് നോർമൻസിൻ്റെ കടന്നുവരവും അതിനെ തുടർന്ന് ഇംഗ്ലണ്ടിലുണ്ടായ പ്രധാനപ്പെട്ട മാറ്റങ്ങളുമാണ്. നോർമൻസ് എന്ന് പറയുന്നത് ഡെൻമാർക്ക്, നോർവേ, ഐസ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും 8th 9th സെഞ്ച്വറിയിൽ ഫ്രാൻസിൻ്റെ നോർത്തേൺ പാർട്ടിൽ പ്ലണ്ടറിങ്ങിന് വന്ന് പിന്നീട് അവിടെ സെറ്റിൽ ചെയ്യപ്പെട്ട ആളുകളെ വിളിക്കുന്ന പേരാണ് നോർത്ത്മെൻ അഥവാ നോർമൻസ്. അവർ താമസിച്ചിരുന്ന ആ റീജിയനെ വിളിച്ചിരുന്ന പേരാണ് നോർമാൻഡി റീജിയൻ. അവരുടെ പ്രധാനപ്പെട്ട കിങ് ആയിരുന്നു വില്യം. ഈ പറയുന്ന ഇംഗ്ലണ്ടിൻ്റെ കിങ് ആയിട്ടുള്ള എഡ്വേർഡ് ദ കൺഫസർ എന്ന് പറയുന്ന വ്യക്തിയുടെ ഡിസ്റ്റന്റ് കസിനായിരുന്നു. എഡ്വേർഡ് മരിച്ചതിന് ശേഷം ഇംഗ്ലണ്ടിൻ്റെ അധികാരം തന്നിലേക്ക് ഏൽപ്പിക്കണമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടും അദ്ദേഹത്തിൻ്റെ കസിനായതുകൊണ്ടും വില്യം അടുത്ത രാജാവാകണമെന്നുള്ള താല്പര്യം ഇംഗ്ലണ്ടിനെ അറിയിക്കുകയും ഇംഗ്ലണ്ടിലെ വെസെക്സ് എന്ന് പറയുന്ന കൗണ്ടിയിലെ ഏളായിട്ടുള്ള ഹാരോൾഡ് അതിനെ എതിർക്കുകയും അതിൻ്റെ ഭാഗമായി വില്യമും ഹാരോൾഡും തമ്മിൽ ഹേസ്റ്റിങ്സിൽ 1066 യുദ്ധം നടക്കുകയും ആ യുദ്ധത്തിൽ ഹാരോൾഡ് കൊല്ലപ്പെടുകയും തുടർന്ന് വില്യം ദ കോൺകറർ എന്ന പേരിൽ വില്യം ഇംഗ്ലണ്ടിൻ്റെ അധികാരം പിടിച്ചെടുത്ത് ഇംഗ്ലണ്ടിൻ്റെ രാജാവായി മാറുകയും ചെയ്യുന്നതോടുകൂടി ആംഗ്ലോ സാക്സൺസ് പീരീഡ് അവസാനിച്ച് നോർമൻസ് ഇംഗ്ലണ്ടിൻ്റെ അധികാരത്തിലേക്ക് കടന്നു വരുന്നു. ദെൻ ലാൻഡ് ടെന്യൂർ ആൻഡ് മിലിറ്ററി സർവീസ് എന്ന പേരിൽ ടെനന്റ് ഇൻ ചീഫിനെ നിയമിച്ച് ഇംഗ്ലണ്ടിൽ ഭരണ സംവിധാനത്തിൽ വില്യം പുതിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ തീരുമാനിക്കുന്നു. ഗവൺമെൻറ് ആൻഡ് ജുഡീഷ്യൽ സിസ്റ്റത്തിൽ കോമൺ ലോ നടപ്പിലാക്കി ഇംഗ്ലണ്ടിൽ നിലനിൽക്കുന്ന സംവിധാനത്തെ തുടർന്നുകൊണ്ടുപോകാനാണ് അദ്ദേഹം ആഗ്രഹിച്ചത്. ചർച്ചിൽ നോർമൻ ബിഷപ്സിനെ കൊണ്ടുവരികയും ഉണ്ടായിരുന്ന ആംഗ്ലോ സാക്സൺ ബിഷപ്സിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. Out of 15, 11 were replaced by the Norman bishops. And the main change in the field of archbishop, contemporary archbishop, Stingand was replaced by Lanfranc. Lanfranc was the advisory committee member of William the Conqueror. Ultimate of the church is to be considered as William the Conqueror in 1080 by the church council. And simony and clerical marriage was reformed. Monastic reforms were built by William the Conqueror. And finally,
Battle of Ebbe in Hastings, in the memory of the win over Harold at Hastings in 1066. ഇത്രയുമാണ് നോർമൻസ് കാലഘട്ടത്തിൽ ഇംഗ്ലണ്ടിൽ കൊണ്ടുവന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും ഭാഗം നന്നായിട്ട് മനസ്സിലാക്കി പഠിച്ചിരിക്കുക. ഇനി നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് നോർമൻ കോൺക്വസ്റ്റ്. നോർമൻ കോൺക്വസ്റ്റ് കൊണ്ട് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ വന്ന മാറ്റങ്ങളും അതുപോലെ നമ്മൾ ഭാഷാപരമായിട്ടുണ്ടായ ചേഞ്ച്, അതുപോലെ തന്നെ നോർമൻ ഫ്യൂഡലിസം. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഫ്യൂഡലിസത്തിന് തുടക്കം കുറിച്ചത് നോർമൻസ് ആണ്. ആ ഫ്യൂഡലിസം എങ്ങനെ ഇംഗ്ലണ്ടിൽ നടപ്പിലായി എന്നുള്ളതുമാണ് നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത്. താങ്ക് യു.